ഈ ശബരിമല വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ശബരിമല വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. 45 വർഷത്തിലേറെ അയ്യപ്പ ദർശനം നടത്തുന്നത്. 41 ദിവസം വ്രതമെടുത്ത് പോകുന്ന ആളാണ്. എന്നെപ്പോലെ കോടാനുകോടി ആളുകൾ ശബരിമലയിൽ വ്രതമെടുത്ത് പോകുന്നവരുണ്ട്. അവരുടെ എല്ലാം മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഒരു ഭക്തൻ നൽകുന്ന കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മസംതൃപ്തിയോടെ ഭഗവാന് നൽകുന്ന ഒരു കാണിക്കയാണ് അല്ലേ? ചില ആളുകൾ വീട്ടിൽ ഓരോ ദിവസവും പൈസ ഇട്ടിട്ട് ശബരിമല ദർശനത്തിന് പോകുമ്പോൾ ഇടുന്നവരുണ്ട്. കുടുക്കെ പൈസ ഇട്ട് കൊണ്ടുവരുന്നവരുണ്ട്. ചില ആളുകൾ നാണയം ഇടും, ചില ആളുകൾ സ്വർണ്ണ നാണയം ഇടും, സ്വർണ്ണ നാണയം ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഭഗവാന് സർവ്വം സ്വയം സമർപ്പിച്ച് നൽകുന്ന ഈ സ്വർണ്ണമാണെങ്കിലും മറ്റ് കാണിക്കുകയാണെങ്കിലൊക്കെ അത്ര പവിത്രതയോടെ സൂക്ഷിക്കേണ്ടതല്ലേ? ഇവിടെ വിജയമല്യ സ്വർണം പൊതിഞ്ഞത് എന്തിനാ? ഒരു ഭക്തൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണമാണ് അല്ലേ? ഇന്നത് ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട്, ഇത് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അവിടെ തന്നെ പാടുള്ളൂ ദേവസ്വം മാനുവലിൽ പറയുന്നുണ്ട്. കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അല്ല അത് കൊണ്ടുപോകാമെന്ന് വെച്ചു. അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ദേവസ്വം ബെഞ്ചുണ്ട് ഹൈക്കോടതിയുടെ. 1950 കേരള ഗവൺമെൻറ് തിരുവിതാംകൂർ കൊച്ചി സംയോജിപ്പിച്ചുകൊണ്ട് സമയത്ത് ഇതുണ്ട്, ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നു. ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും മെമ്പർ ശങ്കറുമായിരുന്നു. നല്ലൊരു ദേവസ്വം ബോർഡ് നിയമമാണ് ഉണ്ടാക്കിയത്. പിന്നെ പരാതികൾ വന്നപ്പോഴാണ് ജസ്റ്റിസ് പരിപൂർണൻ്റെ ബെഞ്ചാണ് വി രാമചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ അന്നത്തെ ചീഫ് സെക്രട്ടറി ചെയർമാനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. 1951 ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദേവസ്വം ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ഒരാൾ ദേവസ്വം ഒരു കമ്മീഷണറായി, സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഗുരുവായൂരിൽ ശബരിമലയിൽ നിയോഗിക്കുന്നത്. ശബരിമലയിൽ എന്ത് ചെയ്താലും ഈ കമ്മീഷണറുടെയോ കോടതിയുടെയോ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല. എൻ്റെ കാര്യം നമ്മുടെ വിശ്വാസമനുസരിച്ച് എനിക്കിപ്പോഴാണ് അറിയാം മനസ്സിലാക്കുക. ദൈവം ഡയറ്റി എന്ന് പറയുന്നത് എന്താണ്? ജൂനിയറാണ്. അതെ, മൈനറാണ്. ഓൾ ഡയറ്റീസ് ആർ മൈനർ. അപ്പം മൈനറുടെ സ്വത്തിന് അവകാശം കോടതിക്കുണ്ട്. അപ്പോൾ കോടതിയുടെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ഗവൺമെൻറ് 10 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണിതെല്ലാം. കോടതിയുടെ അനുവാദമില്ലാതെ ഇതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോയത്? മദ്രാസിൽ കൊണ്ടുപോയ യഥാർത്ഥത്തിലുള്ള സ്വർണം മാറ്റി ചെമ്പെടുത്ത് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പിന്നെ വേറെ സംഭവം, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴേ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രി വാസു ചെയർമാനുമായിരുന്നു. വാസുവും ബോർഡും തീരുമാനിച്ചു കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉരുളി, വാർപ്പ്, വിളക്ക് എല്ലാം വിൽക്കാൻ. എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൻറ്റിക്സാണ് ഇതെല്ലാം. ഈ പുരാതനമായ വിളക്കും പുരാതനമായ വാർപ്പും ചെമ്പും ഒക്കെ വിറ്റാൽ കോടിക്കണക്കിന് രൂപ കിട്ടും. ലേലത്തിൽ വിറ്റാൽ നിനക്കല്ല. ഇതൊക്കെ ആൻറ്റിക്സാണ്. ഒരു കാലഘട്ടത്തിൽ 100, 150, 200, 300 വർഷം പഴക്കമുള്ളത് ലോകവിപണിയിൽ തന്നെ വലിയ മാർക്കറ്റാണ് അല്ലേ, കിട്ടുന്നതാണ്. അപ്പം ഞാൻ അതിനെ ശക്തമായി എതിർത്തത് കൊണ്ടാണ് അന്ന് അവർക്ക് നിർത്തി വെക്കേണ്ടി വന്നത്. ഞാൻ കത്ത് കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞു, ഇതൊന്നും വിൽക്കരുത്, ഇത് ദേവൻ്റെ മുതലാണ്. ദേവൻ്റെ മുതൽ വിൽക്കാനോ ആർക്കെങ്കിലും കൊള്ളയടിക്കാനോ ഉള്ളതല്ല. വാസ്തവത്തിൽ ശബരിമല നടക്കുന്ന കൊള്ളയടിയാണ്. ഈ കൊള്ളയടി നിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. പിന്നെ അയ്യപ്പനോട് കളിച്ചാൽ വിവരം അറിയും. അവിടുന്ന് മുതൽ കട്ടാൽ കക്കുന്നവന് അതിൻ്റെ പരിഹാരം ഉണ്ടാകും, അതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 10 വർഷത്തിനിടയിൽ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അവിശ്വാസികളായ ആളുകൾ അമ്പലം ഭരിച്ചാലുള്ള സ്ഥിതി അല്ലെങ്കിൽ ദേവസ്വം ഭരിച്ചാലുള്ള സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇത് ശരിയായ അർത്ഥത്തിൽ കണ്ടുപിടിക്കണം. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ളയടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മകനാണ് രുദ്രാക്ഷവും യോഗദണ്ഡും അറ്റകുറ്റപ്പണി നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ, ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വർണത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ക്ഷേത്രം ഗുരുവായൂരപ്പനാണ് അല്ലേ, ഗുരുവായൂരാണ്. ആ ഗുരുവായൂർ സിസ്റ്റമുണ്ട്. അത് മിക്കവാറും ഈ സ്വർണ്ണക്കട്ടികളൊക്കെ
കൂടുതലും റിസർവ് ബാങ്കിൻ്റെ കീഴിലാണ്. റിസർവ് ബാങ്കിൻ്റെ കീഴിലാണ്. PNC മേനോൻ എന്ന് പറയാം, ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, എന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ സ്വർണം റിസർവ് ബാങ്കിൽ നിന്ന് ആ സ്വർണം കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ചു. അത് റിസർവ് ബാങ്കിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അതിനെന്തോ 1% കൊണ്ട് പലിശ കിട്ടുമെന്ന് തോന്നുന്നു.